ഉപയോഗം നമ്മൾ പ്രവർത്തകർക്ക് അപ്രാപ്യമാകരുത് എന്ന് കരുതിയാണ് ഫോണ്ട് അല്പം കുറഞ്ഞാലും, കുറെ അധികം കാഴ്ചശക്തിയുള്ള ആളുകൾ നമ്മൾ, കുറഞ്ഞാലും കുറെ അധികം കാര്യങ്ങൾ നമ്മിലേക്ക് എത്തിക്കണം എന്നൊരു ബുദ്ധി എന്നതിന് പ്രവർത്തിക്കും. നമ്മുടെ സംഘടനാ രംഗത്തെ വളർച്ചയുടെ, ഉയർച്ചയുടെ, മുന്നേറ്റങ്ങളുടെ, വേലിയേറ്റ ഇറക്കങ്ങളുടെ കഥകൾ ഓർമ്മ നമ്മിലേക്ക് കൈമാറുന്നു. സമരത്തിന്റെ തീക്ഷ്ണമായ അനുഭവങ്ങൾ പെരിങ്ങത്തൂരിൽ നിന്ന് ആരംഭിച്ച് ആണവ നിലയത്തിന്റെ യാത്ര പയ്യന്നൂരിലെ ഗാന്ധി മൈതാനിൽ സമാപിക്കുമ്പോൾ ഉണ്ടാകുന്ന അനുഭവം. ഞാൻ ആ സമാപന പരിപാടിയിലെ ഒരു ശ്രോതാവാണ്. ഓർമ്മ വീണ്ടും എന്നെ അതിലേക്കാണ് നയിക്കുന്നത്. ഒരുപക്ഷെ എന്റെ ഓർമ്മയിലും തങ്ങി നിൽക്കുന്ന ഏറ്റവും പ്രധാന സംഭവം ആണവ മുക്തി യാത്രയാണ്. ബഹുമാനായ പേരോട് ഉസ്താദ് നടത്തിയ ആ പ്രമേയ വിശദീകരണ പ്രസംഗവും ഖാലിദിന്റെ ആ തൊപ്പി വെച്ചുകൊണ്ടുള്ള, രോമത്തൊപ്പി വെച്ചുകൊണ്ടുള്ള യാത്രയുടെ ചിത്രവും ഇന്നും എന്റെ മനസ്സിൽ മാഞ്ഞിട്ടില്ല. ആ ഓർമ്മയെ വീണ്ടും തട്ടിയുണർത്താനും പുതുതലമുറയ്ക്ക് സമ്മാനിക്കുവാനും ഒരു ഓർമ്മ നമ്മെ സഹായിക്കുന്നു. 1973 തൊട്ട് മുമ്പ് കാഞ്ഞങ്ങാട് വെച്ച് SSF അഭിവക്ത കണ്ണൂർ ജില്ലയിൽ സംസ്ഥാന തലത്തിൽ ഏപ്രിൽ 29 പട്ടിക്കാട് ജാമിയാനൂരിയിൽ വെച്ച് SSF രൂപീകരിക്കുന്നതിന് മുമ്പ് കണ്ണൂരിൽ SSF രൂപീകരിക്കുകയും അതിന്റെ ജില്ലയിലെ നേതൃ ക്യാമ്പും അതിന്റെ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട PK മുഴപ്പാലിന്റെ അനുഭവങ്ങളും പിന്നീട് അദ്ദേഹം സംസ്ഥാന സെക്രട്ടറി ആവുന്നതും അങ്ങനെ തുടങ്ങി നമ്മുടെ സംഘടനാ രംഗത്ത് കടന്നുപോയ ഒരുപാട് നേതൃത്വം, ഒരുപക്ഷെ നമുക്ക് പരിചയമില്ലാത്ത ഒരുപാട് മുഖങ്ങൾ, ആ മുഖങ്ങളെ അഹമ്മദ് K മാണിയൂരിൽ എത്തി നിൽക്കുന്ന സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്ഥാനം, പ്രിയപ്പെട്ട ഖാലിദിലെ സംഘടനാ നേതൃത്വം, സലീം കക്കാടും സലീം വെളിയമ്പ്രയും അങ്ങനെ തുടങ്ങി ഒരുപാട് നേതൃത്വം, സംസ്ഥാന തലത്തിലേക്ക് എത്തിയ ബഹുമാനായ അബ്ദുൽ ലത്തീഫ് സാഹിദി, അനീസ് പാനൂർ തുടങ്ങിയ ഇന്ന് 2010 എത്തി നിൽക്കുന്ന നേതൃത്വത്തെ ക്രമത്തിൽ ഇങ്ങനെ SSFന്റെ കാലങ്ങനെ അതിങ്ങനെ വായിച്ചു നോക്കിയാൽ നമുക്ക് മറ്റൊരു റഫറൻസ് ഗ്രന്ഥം ജില്ലയിലെ സംഘടനാ ചലനത്തെ അടുത്തറിയാനും പഠിക്കുവാനുമുള്ള ഇതൊരു സ്മരണിക എന്നതിനേക്കാളേറെ അല്ലെങ്കിൽ ഒരു പുസ്തകത്തെക്കാളേറെ ഇതൊരു റഫറൻസ് ഗ്രന്ഥം, ഒരു ഗൈഡാണ്. ആധികാരികമായി നമ്മുടെ കൈകളിൽ ഉണ്ടാവേണ്ട ഗ്രന്ഥമാണ്. ഇത് തികച്ചും കുറ്റമറ്റതാണ്, പൂർണ്ണമാണ് എന്ന് ഒരിക്കലും പറയുന്നില്ല. ഈ രംഗത്തുണ്ടായ ആദ്യത്തെ ഒരു ശ്രമമാണ്. ഞാൻ ഓർക്കുന്നു SYSന്റെ ജില്ലാ സമ്മേളനം, ഈ അടുത്ത സമ്മേളനം, അത് മുമ്പ് ഒരു ജില്ലാ സമ്മേളനം നടന്നിട്ടുണ്ട്, ഒരു 10-17 വന്നിട്ടുണ്ട്. അന്ന് ഒരു സുവനീർ പ്രസിദ്ധീകരിച്ചിരുന്നു. ആ സുവനീര് ഒരുപക്ഷെ ഇതിന്റെ അവലംബമായി ആ സുവനീരും ആധാരമാക്കിയിട്ടുണ്ട്. സംഘടനാ രംഗത്തെ ചരിത്രത്തെ അല്പമെങ്കിലും പ്രകാശിപ്പിക്കാൻ ശ്രമം നടന്നിരുന്നു. ആ ശ്രമം ഒരു 10-15-17 വർഷം കഴിഞ്ഞ് അതിൻ്റെ ഒരു തുടർച്ച നഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ ഒരു കണ്ണി ചേർക്കൽ പ്രക്രിയയാണ് ഒരു ഓർമ്മയിലൂടെ SSF ജില്ലാ കമ്മിറ്റി ചെയ്തത്. ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി പ്രിയപ്പെട്ട അബ്ദുൾ റഷീദ് ഒരുപാട് ത്യാഗം സഹിച്ചിട്ടുണ്ട്, ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്, ഒരുപാട് പ്രയാസം സൃഷ്ടിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ നമ്മുടെ ജില്ലയുടെ ഒരു പ്രതിഭാത്വമാണ് അബ്ദുൾ റഷീദ് മാണിയൂർ. മാണിയൂർ എന്ന പദം തന്നെ ഇല്ലാത്ത ഒരു നാടിന്റെ ഒരു പ്രതീകമാണ്. മാണിയൂർ എവിടെയെന്ന് ചോദിച്ചാൽ ഇല്ല, അല്ലെ? ബസ്സിൽ കയറിയിട്ട് ഞാൻ മാണിയൂരേക്കാൾ പോകുന്നു ചോദിച്ചാൽ മാണിയൂർ എവിടെയെന്ന്, വയനാട് എന്ന് പറഞ്ഞൊരു ബസ് കയറി നമുക്ക് പോകാൻ പറ്റില്ല, അതുപോലെ മാണിയൂർ വില്ലേജ്. അത്തരമൊരു ഇല്ലാത്ത ഒരു പ്രദേശത്തെ അതിനെ ഒരുപക്ഷെ ലോകത്തോടെ വളർത്തിയ അഹമ്മദ് K മാണിയൂറും അതിന്റെ ചുവട് പിടിച്ച് ജില്ലാ സെക്രട്ടറി സ്ഥാനത്തും പിന്നീട് സിറാജ് വിഴുങ്ങിയപ്പോ റഷീദ് നമുക്ക് നഷ്ടപ്പെടുകയായിരുന്നു.